നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മാണി സാറിൻ്റെ പൊന്നോമനപുത്രൻ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് UDFിലെത്തുമോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വൻ UDF വിജയത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്ന ചർച്ചകൾ മാണി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൻ്റെ അടിത്തറ കൂടുതൽ ദൃഢമാക്കും, വിപുലമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു. സതീശിൻ്റെ മനസ്സിൽ ജോസ് കെ മാണിയെ തിരിച്ച് UDFിലെത്തിക്കുക എന്നുള്ളതാണോ എന്ന സൂചനയും ഇപ്പോൾ ഇടക്കാലത്ത് ശക്തമായി വരികയാണ്. നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ വിജയത്തിന് ശേഷം VD സതീശൻ UDFിൽ ശക്തനാണ്. അതുകൊണ്ട് സതീശൻ ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ ഒരു പക്ഷേ മാണി ഗ്രൂപ്പിനെ തിരിച്ച് UDFിലെത്തിക്കാൻ കഴിയും എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ ജോസ് കെ മാണി ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. കാരണം UDFിലെത്തിയാൽ എവിടെ നിന്ന് മത്സരിച്ച് ജയിക്കും? ഇടതുമുന്നണി പോലെയല്ല UDF. ഇടതുമുന്നണി നിൽക്കുമ്പോൾ ജോസ് കെ മാണി മന്ത്രിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജോസ് കെ മാണി പറയുന്നത് അല്ലെങ്കിൽ ജോസ് കെ മാണി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തു കൊടുക്കും. എന്നാൽ UDF നേരെ തിരിച്ചാണ്. പാർട്ടി നേതാവ് മന്ത്രിയായില്ലെങ്കിൽ പിന്നെ ഒരാളും അങ്ങനെ മൈൻഡ് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് KM മാണിയും TN ജേക്കബും PJ ജോസഫും ഒക്കെ തലക്കിടിച്ച് UDF മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്നത്. ഇടതുമുന്നണിയിൽ അതിൻ്റെ ആവശ്യമില്ല. ഇടതുമുന്നണിയിൽ ആരാണോ പാർട്ടിയുടെ നേതാവ് അയാളുമായിട്ടാണ് ഇടതുമുന്നണി നേതൃത്വം സംസാരിക്കുക. എന്നാൽ UDFിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണിക്ക് ജയിച്ച് മന്ത്രിയാകാൻ പറ്റുന്ന ഒരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ പിന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ പിടിയില്ലാതാകും. അതുകൊണ്ട് UDFിലേക്ക് വരികയാണെങ്കിൽ തനിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് നൽകണമെന്നാണ് ജോസ് കെ മാണിയുടെ ആവശ്യം. പാലാ സീറ്റിൽ നിന്നാൽ താൻ ഇനിയും ജയിക്കില്ല എന്ന് ജോസ് കെ മാണി നിശ്ചയിച്ചു കഴിഞ്ഞു. തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തിരുവമ്പാടി നിന്നാലും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാണിപുത്രന് ഉറപ്പില്ല. പിന്നെ എവിടെ നിൽക്കും? പിന്നെ ഉള്ളത് കടത്തുരുത്തിയാണ്. കടത്തുരുത്തി മോൻസ് ജോസഫിൻ്റെ കൈവശമാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ് മോൻസ് ജോസഫിൻ്റെ കൈവശമാണ്. മോൻ ജോസഫ് ഏതായാലും കടത്തുരുത്തി ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. കടത്തുരുത്തി വിട്ടുകൊടുത്ത് മോൻസ് ജോസഫിനോട് ഏറ്റുമാനൂരിൽ മത്സരിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യം ഇടക്കാലത്ത് ഉയർന്നെങ്കിലും ഒരു കാരണവശാലും കടത്തുരുത്തി വിടുന്ന പ്രശ്നമില്ല എന്ന് മോൻസ് ജോസഫ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ജോസ് കെ മാണി എവിടെ നിന്ന് മത്സരിച്ച് ജയിക്കും? UDFിലേക്ക് വരണമെങ്കിൽ ജോസ് കെ മാണിക്ക് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു സീറ്റ് ലഭിച്ചേ പറ്റൂ. അത് ഉറപ്പ് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം ഇതാണ്. അതേസമയം LDFിൽ നിൽക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രിയായാലും വേറെ ആരെങ്കിലും മന്ത്രിയായാലും ജോസ് കെ മാണി തന്നെയായിരിക്കും പാർട്ടി നേതാവ്. കാരണം ജോസ് കെ മാണിയെയാണ് പിണറായി വിജയനും CPMും ഇടതുമുന്നണിയുമെല്ലാം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ജോസ് കെ മാണിയാണ് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണി യോഗങ്ങളിലുമെല്ലാം ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. എന്ന് മാത്രമല്ല പിണറായി വിജയന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടും ഒരു ബന്ധം ജോസ് കെ മാണിയുമായിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുമുന്നണിയിൽ ജോസ് കെ മാണി എന്തൊക്കെ പറഞ്ഞാലും വളരെ കംഫർട്ടബിളാണ്, ഹാപ്പിയാണ്. കാരണം അദ്ദേഹത്തിന് നൽകേണ്ട പ്രാധാന്യം പിണറായി വിജയൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. പക്ഷേ അദ്ദേഹം UDF വന്നതിന് ശേഷം ജോസ് കെ മാണി മന്ത്രിയായില്ല എന്നിരിക്കട്ടെ, UDFിൻ്റെ സ്വഭാവം അനുസരിച്ച് മന്ത്രിയായിരിക്കുന്ന ആളുടെ ഒപ്പമായിരിക്കും മുന്നണിയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുമെല്ലാം. അതുകൊണ്ട് ചെറിയൊരു പേടി ജോസ് കെ മാണിക്കുണ്ട്. ഞാൻ UDFിലേക്ക് ചെല്ലുകയും ജയിച്ച് മന്ത്രിയാകാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ തൻ്റെ പാർട്ടി തൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളത്. അത് ഭയന്നാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണി UDFിലേക്ക് പോകാതിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കത്തോലിക്ക സഭ മതമേലധ്യക്ഷന്മാർ കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടും ജോസ് കെ മാണി UDFിനെ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല. എന്നാൽ VD സതീശൻ്റെ ഭാഗത്തുനിന്ന് ചില പച്ച സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് ജോസ് കെ മാണിക്ക്. അതിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നുമുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സതീശന് പോലും ഒരു ജയിക്കുന്ന സീറ്റ് ജോസ് കെ മാണിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം UDFിലേക്ക് വരാൻ മടിക്കുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ, ഒരു ജയിക്കാമെന്ന് ഉറപ്പുള്ള സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണിക്ക് വാക്ക് കൊടുത്താൽ അദ്ദേഹം 2026 തിരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൽ എത്തുമെന്ന കാര്യം തീർച്ചയാണ്.